ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ ഒത്തിരി നാളത്തെ പ്ലാനിങ്ങിന് ശേഷം ഞങ്ങളെല്ലാവരും കൂടി ബീച്ചിലേക്ക് ഒന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ആക്ച്വലി ഇത് മിക്കുവിൻ്റെ ഫ്രണ്ട് ചേച്ചീൻ്റെയും കൂടെ ആഗ്രഹമാണ് കേട്ടോ, ഒത്തിരി മണ്ണിലും ബീച്ചിലൊക്കെ കളിക്കണം എന്നുള്ളത്. എന്നാൽ പിള്ളേരുടെ ആഗ്രഹമല്ലേ നമ്മളത് സാധിച്ചു കൊടുത്തേക്കാന്ന് കരുതി. പിള്ളേരുടെ ആഗ്രഹം നമ്മൾ മുതിർന്നവരല്ലേ സാധിച്ചു കൊടുക്കേണ്ടത്. എന്തായാലും നമ്മുടെ ഒന്നും ചെറുപ്പത്തിൽ നമ്മുടെ ആഗ്രഹം ഇങ്ങനെയൊക്കെ സാധിച്ചത്. നമുക്ക് ഇങ്ങനത്തെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല, ബീച്ചിൽ പോകണമെന്നും മണലിൽ കളിക്കണമെന്നും. നമുക്ക് നമ്മുടെ പഴയ അക്കുകളിയും സാറ്റുകളിയും അതൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും ഇവരുടെ ആഗ്രഹം നടത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയിട്ട് ഒത്തിരി നന്നായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ നമ്മുടെ ബേബിക്കുട്ടൻ്റെ ഫസ്റ്റ് ബീച്ച് എക്സ്പോഷറും കൂടി ആയിരുന്നു. ഈ ഉപ്പുവെള്ളം മേത്ത് തെറിച്ചിട്ടായിരിക്കണം അവൻ ചെറിയ അസ്വസ്ഥതയുള്ള പോലെ തോന്നിയായിരുന്നു. എന്നാലും അവൻ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യമൊക്കെ കുറച്ച് പേടിയോടെ അവൻ വെള്ളത്തെ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവൻ മണ്ണിലും കുറച്ച് കളിക്കാൻ തുടങ്ങി. നന്നായി നനഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഇതിന് കൂടെ നിൽക്കുന്ന കാരണം അവൻ എന്താ സംഭവം എന്ന് മനസ്സിലാവുന്നില്ല. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കുറേ ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അവനിങ്ങനെ ഞങ്ങളെ തന്നെ നോക്കുന്നുണ്ട്, ഇത് എന്തോ സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. നമുക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി ബീച്ചാണിത്. ഇത് ബഹ്റൈനിലുള്ള ബുദയ്യ ബീച്ച് എന്ന് പറയും. മിക്കും ചേച്ചിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് എൻജോയ് ചെയ്തു. അവർ ഒത്തിരി അങ്ങ് ദൂരെ വരെ പോവുകയൊക്കെ ചെയ്തു കേട്ടോ. കൂടുതലായിട്ട് ഫാമിലീസും കിഡ്സും അങ്ങനെയാണ് ഇവിടെ കൂടുതലായിട്ട് വരുന്നത്. മിക്കു കുറേ നേരം വെള്ളത്തിൽ കളിച്ചതിന് ശേഷം കിടുകിടാന്ന് പറഞ്ഞ് വിറയ്ക്കുന്നുണ്ടായിരുന്നു. എന്നാലും അവന് കളിച്ച് മതിയായി തീർന്നിട്ടുണ്ടായിരുന്നില്ല. അവൻ കുറേ നേരം മണ്ണിലും. ഞാനും മിക്കുവിന് കടലമ്മ കള്ളി എന്നൊക്കെ പറഞ്ഞാൽ കരയിലൊക്കെ എഴുതി വെച്ച് കൊടുത്തു. പക്ഷേ അവർക്ക് അതിൻ്റെ മീനിങ്ങും അതെന്താണെന്നൊന്നും അറിയത്തില്ല. അതൊക്കെ നമ്മുടെ ഒരു ജനറേഷനിലുള്ളവർക്ക് മാത്രമാണ് കടലമ്മ കള്ളി എന്നൊക്കെ എഴുതി വെക്കുന്ന ആ കഥയൊക്കെ അറിയാവുന്നത്. എന്തായാലും പോട്ടെ, ഞങ്ങളും കുറേ നേരം വെള്ളത്തിൽ ഇങ്ങനെ കുറേ നേരം മുങ്ങി നിന്നു. ബേബിക്കുട്ടിനെ കൊണ്ട് മടിയിലിരുത്തി ഇങ്ങനെ വെള്ളത്തിലൊക്കെ കളിച്ചതിന് ശേഷം നല്ല രസമായിരുന്നു. ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു അവിടെ. പിന്നെ ആരും നമ്മളെ മൈൻഡൊന്നും ചെയ്യത്തില്ല. എല്ലാവരും എല്ലാവരുടേതായ ഫാമിലിൻ്റെ കൂടെ നന്നായിട്ട് എൻജോയ് ചെയ്യായിരുന്നു. ഞങ്ങളങ്ങ് ഉള്ളിലേക്ക് പോയി നടന്ന് അധികം തിരയില്ലാത്ത കാരണം നന്നായിട്ട് നടന്നു പോകാൻ പറ്റിയൊരു സ്ഥലമാണിത്. അങ്ങനെ ഉള്ളിലേക്ക് പോയപ്പോൾ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം ഫോണൊന്നും നമ്മൾ എടുത്തില്ല. അങ്ങനെ താഴെ പോയാലെന്ന് കരുതി ഞങ്ങൾ പിള്ളേരും വലിയവരൊക്കെ ഇരുന്ന് അത്യാവശ്യം കളിച്ചു. മമ്മി പിന്നെ നനയല്ലോ എന്നുള്ള മടിയായിരുന്നു. മമ്മി അവിടെ തന്നെ ഇരുന്നു കുറച്ച് നേരം വെള്ളത്തിൽ ഇറങ്ങി നിന്നു കേട്ടോ. പിന്നെ ഹസ്ബൻഡ്മാർ രണ്ടുപേരും അവർ വെള്ളത്തിൽ ഇറങ്ങി കുറച്ച് നേരം കളിച്ച്. ബേബിക്കുട്ടൻ എന്താണെന്നില്ലാതെ ചവിട്ടി തെറിപ്പിച്ച് വീട്ടിലെ വെള്ളത്തിൽ നമ്മളിങ്ങനെ ചവിട്ടി തെറിപ്പിക്കാൻ അനുവദിക്കാറില്ലല്ലോ. എന്നാൽ ഇവിടെ ഇങ്ങനെ ചവിട്ടി തെറിപ്പിച്ച് വെള്ളത്തിൽ കളിച്ചേക്കാന്നുള്ള മട്ടിൽ അവൻ കുറേ നേരം ചവിട്ടി തെറിപ്പിച്ചു കേട്ടോ. പിന്നെ ഞങ്ങൾ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് വെള്ളത്തിൽ കൂടി അത്യാവശ്യം കളിച്ച് കൊതി തീർന്നപ്പോഴാണ് നമ്മൾ തിരിച്ചു കയറിപ്പോയത്. നമ്മൾ വെള്ളമൊക്കെ മാറി ചേഞ്ചൊക്കെ ചെയ്ത് ഈ ബീച്ചിൻ്റെ അടുത്ത് തന്നെ ഒരു ചെറിയ സ്ഥലമുണ്ട്, അവിടെ വന്നിരിക്കുകയാണ്. നമ്മളാണെങ്കിൽ പോപ്കോണൊന്നും മേടിച്ചില്ലായിരുന്നു. എല്ലാവരും കെട്ടുമ്പതിയോട് കൊണ്ടിരുന്നുണ്ടായിരുന്നു. ലാസ്റ്റ് നമ്മളും പോപ്കോണൊക്കെ മേടിച്ചു. പിന്നെ ഇവിടെ ഈന്തപ്പനയൊക്കെ കുലച്ചിരിക്കുന്നുണ്ട്. മമ്മി അതൊക്കെ കാണിച്ചു തന്നു, എന്തൂരിയ കുലച്ച് നിൽക്കുന്നതിനൊക്കെ പറഞ്ഞുകൊണ്ട്. ഈ സ്ഥലത്തിനെക്കുറിച്ചുള്ള എന്തെങ്കിലും റിവ്യൂ വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അടിക്കണേ.